Hello and welcome back to Queen's Nook. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഓണം ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് വന്നത് കേട്ടോ. അപ്പോൾ ഓണത്തിന് മുമ്പേ 2-3 സ്പെഷ്യൽ ഓണം ലുക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓണം എന്ന് പറയുമ്പോൾ ഇത്തവണത്തെ ഓണം കൊറോണ ആണെങ്കിലും നമ്മൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അടിച്ചു പൊളിക്കണം. അതാണ് എൻ്റെ ഒരു പ്ലാൻ. എന്ന് വെച്ചാൽ വീട്ടിൽ നമുക്ക് തന്നെ ഡ്രസ്സ് ചെയ്ത് നമുക്ക് തന്നെ അടിപൊളി സദ്യയൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനോട് ഉള്ളവരുടെ കൂടെ നമുക്ക് നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ കൂടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള നമ്മുടെ ഏറ്റവും ക്ലോസസ്റ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല, എല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ലുക്ക് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് സിൽവർ ലുക്ക് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ വെച്ചിട്ടുള്ള ലുക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ സിൽവർ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു വെറൈറ്റി ലുക്ക് കംപ്ലീറ്റ്ലി സിൽവർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ സെറ്റും കൊണ്ടെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് സിൽവർ അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ ഇട്ടത്. അപ്പോൾ ഒരു അടിപൊളി ഐ ലുക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതിന് മാച്ചിങ് ആയിട്ട്. നമ്മളിനി എന്ത് വീട്ടിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഒന്നും ചെയ്യാതിരിക്കുകയൊന്നും വേണ്ട, അടിപൊളി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇത്തവണത്തെ ഓണം ആഘോഷിക്കാം. അപ്പോൾ ഈ ഐ ലുക്കൊക്കെ ഞാൻ എങ്ങനെ ചെയ്തു എന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക. അപ്പോൾ കണ്ടു നോക്കൂ. ഞാൻ എൻ്റെ ഫേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, മോയ്സ്ചറൈസറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പ്രൈമറാണ്, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഡ്യൂയി പ്രൈമർ. ഓസം പ്രൈമറാണ്, കുറച്ച് മതി നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ. ഇത് പോർ ഫില്ലിംഗ് ഒന്നും അല്ല കേട്ടോ, പക്ഷേ ഒരു ഡ്യൂയി ലുക്ക് തരുത്തും നമ്മുടെ ഫേസിൽ, നല്ലൊരു ഗ്ലോ കിട്ടും. നല്ല പ്രൈമറാണ്. പോർ ഫില്ലിംഗ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന് വേറൊരു പ്രൈമർ യൂസ് ചെയ്തിട്ട് പിന്നെ ഇതിട്ടാൽ മതി, ആ ഡ്യൂയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെ ഫൗണ്ടേഷൻ, ഓസം ഫൗണ്ടേഷൻ, എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഫൗണ്ടേഷനിൽ ഒരെണ്ണമാണ് കേട്ടോ. നല്ല ഈസിയാണ് വർക്ക് ചെയ്യാൻ, നല്ല ഫിനിഷും ആണ്, നല്ല സ്കിൻ ലൈക്ക് ഫിനിഷ്, നാച്ചുറൽ ലുക്കിംഗ് ഫൗണ്ടേഷൻ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. ഇത് ബോഡി ഷോപ്പിൻ്റെ ബ്യൂട്ടി സ്പഞ്ചാണേ, ഓസം ബ്യൂട്ടി സ്പഞ്ച് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, നല്ല ഫ്ലെക്സിബിൾ ആണ്, നല്ല രസമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഈ ബ്ലെൻഡിങ് എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനമാണ്. ഇത് പ്രോ കൺസീലർ, LA ഗേൾ പ്രോ കൺസീൽ. എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളിടത്തൊക്കെ കുറച്ച് തേക്കുവാണ് കേട്ടോ, അറൗണ്ട് ദ ലിപ്സ്, പിന്നെ ഐലിഡ്സിലും തേക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. അതിന് ഈ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഇതിൽ കാണുന്നതിലെല്ലാം നിറച്ച് സമയമെടുത്ത് നമ്മൾ ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. നന്നായിട്ട് സമയമെടുത്ത് തന്നെ ചെയ്യണം. അതുപോലെ ഇങ്ങനെ തേക്കുമല്ല, ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റി കൊടുക്കണം നമ്മുടെ സ്കിന്നിലോട്ട്, എന്നാലേ നല്ല ഫിനിഷ് കിട്ടത്തുള്ളൂ. ഒരു ലൈറ്റർ കൺസീലർ, മേബ്ലിൻ ഫിറ്റ്മിയുടെ ലൈറ്റർ കൺസീലർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രിഡ്ജ് ഓഫ് ദ നോസ്, നമ്മുടെ ഫോ ഹെഡ്, പിന്നെ ചിന്നിൽ ഒക്കെ, കണ്ണിൻ്റെ അടിയിൽ കുറച്ച് മേബ്ലിൻ ഫിറ്റ്മി ലൂസ് പൗഡർ. ഇത് വെച്ചിട്ട് നമ്മൾ ഈ കൺസീലർ ഇട്ട ഭാഗം എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. ഹോൾ ഫേസും വേണേൽ സെറ്റ് ചെയ്യാം, പക്ഷേ നമ്മളൊരു ഡ്യൂയി ലുക്കുള്ള ഉദ്ദേശമായത് കാരണം ഹോൾ ഫേസ് ഞാൻ സെറ്റ് ചെയ്തില്ല. അപ്പോൾ കുറച്ച് മാറ്റിഫൈഡ് ആവുമല്ലോ. ഇതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കയറ്റുവാണേ. ഞാനിങ്ങനെ ലൂസായിട്ട് വെച്ചിട്ട് ബേക്ക് ചെയ്യുമല്ല, പ്രസ് ചെയ്ത് കയറ്റിയിട്ട് പിന്നെ എക്സ്ട്രാ ഉള്ളതൊക്കെ ഞാനങ്ങ് തട്ടി കളയുകയാണ് ചെയ്യുന്നത്. എൻ്റെ സ്കിന്നിന് അതാണ് നല്ലത്. ചിലവർക്ക് ബേക്ക് ചെയ്യുന്നത് നല്ലതാണ്, എനിക്ക് പക്ഷെ അങ്ങനെ ബേക്ക് ചെയ്യില്ല. ഞാൻ അധികം സമയം വയ്ക്കത്തില്ല, പെട്ടെന്ന് തന്നെ തട്ടിക്കളയും. ഐബ്രോസ് ഞാൻ ഓഫ് ക്യാമറ ചെയ്തു. ഇത് ജൂവിയാസ് പ്ലേസിൻ്റെ മാജിക് മിനി പാലറ്റ് ആണ്, അതിലെ നാന എന്ന് പറയുന്ന ഷെയ്ഡ് കേട്ടോ. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ റോസ് ഇൻ ദ എയർ പാലറ്റിലും ഉണ്ട് ഏതാണ്ട് അതുപോലത്തെ ഒരു ഷെയ്ഡ്. അതായാലും മതി, നമുക്കൊരു ട്രാൻസിഷൻ ഷെയ്ഡ് വേണമെന്നേ ഉള്ളൂ. ഓക്കെ, അത് ഞാനൊരു നല്ലൊരു നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഒരു ബ്രഷ് എടുത്തിട്ട്, ബ്ലെൻഡിങ് ബ്രഷ്, വലിയ ബ്ലെൻഡിങ് ബ്രഷ്. അത് എസ്പെഷ്യലി നമ്മുടെ ക്രീസ് ഏരിയയിൽ മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ എൻസിൽ കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്യും. നൈക്കയുടെ അയം ബോൾട്ട് കാജലാണ്. ഇതും ചുമ്മാ റഫായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു സ്മഡ്ജിങ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണേ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുവാണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ഐഷാഡോ, ഒരു ബ്ലാക്ക് ഐഷാഡോ ഇങ്ങനെ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ, നമുക്ക് കുറേ പേർപ്പസ് ഉണ്ട്. അതുകൊണ്ട്
എന്നിട്ട് ആ ബ്ലാക്ക് ഐ ഷാഡോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. നാന വെച്ച് തന്നെ ഒന്നും കൂടി ആ രണ്ടും ചേരുന്ന പോയിന്റ് ഉണ്ടല്ലോ അവിടെ നന്നായിട്ട് ബ്ലെൻഡഡ് ആവണം. അല്ലെങ്കിൽ ഇങ്ങനെ വരച്ച് വെച്ച പോലെ ഇരിക്കൂല, അത് വരാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇനി ഒരു ഫ്ലാറ്റ് ഷെയ്ഡ് ബ്രഷ് വെച്ചിട്ട് ഇതിൽ തന്നെ വേറെ സിൽവർ ഷെയ്ഡ്, നമ്മുടെ സിൽവർ കളർ സെറ്റ് മുണ്ടാണല്ലോ യമോജ എന്ന് പറഞ്ഞൊരു ഷെയ്ഡ്, അതെടുത്തിട്ട് അത് അപ്ലൈ ചെയ്യണേ. ഇത് എന്ത് പിഗ്മെൻറ്റഡ് ആണെന്ന് അറിയുമ്പോൾ ഈ സാധനം നോക്ക്, തൊട്ടാൽ മതി, ഭയങ്കര പിഗ്മെൻറ്റ്. അത് ഞാൻ ഇത്തവണ ഹേലോ ഐസ് ആണ്, എന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണമണിയുടെ മുകളിലായിട്ട് മാത്രം വരുന്ന രീതിയിൽ മിഡിൽ പാർട്ടിലായിട്ട് അപ്ലൈ. അപ്പോൾ നമ്മുടെ കണ്ണ് കുറച്ചും കൂടെ വലുതായിട്ട് തോന്നും നമ്മളിങ്ങനത്തെ ഹേലോ ഐസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഫുൾ ഐലിഡ് അല്ല, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഫസ്റ്റ് ഹാഫിലോ ഫസ്റ്റ് 1/3 ഒരു കളർ അങ്ങനെയല്ല, ഇത് മിഡിൽ പാർട്ടിൽ മാത്രം. എന്നിട്ട് രണ്ട് സൈഡിലും ബ്ലാക്ക് കണ്ടോ. എന്നിട്ട് ആ രണ്ട് അത് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ബ്ലാക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അതും കാണാൻ ഒരു രസം ഉണ്ടാവില്ല. അയം ബോൾഡ് കാജൽ വെച്ച് തന്നെ ഞാൻ വാട്ടർ ലൈനും വരയ്ക്കുവാണേ. ഇതിങ്ങനെ വരച്ച് അങ്ങനെ വിടരുത്, നമ്മൾ അതിൻ്റെ അടിയിൽ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. ബ്ലാക്ക് ഐ ഷാഡോ വെച്ച് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ശരിക്കും കംപ്ലീറ്റ് ലുക്ക് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ നാന എന്ന് പറയുന്ന ഷെയ്ഡില്ലേ നമ്മൾ മേളിലെടുത്ത് അതേ ഷെയ്ഡൊക്കെ തന്നെ താഴെയും കൊണ്ടുവരണം നമ്മൾ. അതുമൊട്ട് ഒന്നും കൂടി ഒന്ന് സ്മഡ്ജ് ചെയ്ത് ലൈറ്റായിട്ട് ഔട്ടർ ലൈനായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് ടൈറ്റ് ലൈൻ ചെയ്യണം, അല്ലെങ്കിൽ മേളിൽ മാത്രം എന്തോ ഒരു ഗ്യാപ്പ് ഉള്ള പോലെ തോന്നും. എല്ലാം കണക്റ്റഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എൻ്റെ സൂപ്പർ ഫേവററ്റ് സാധനം ലോറിയലിൻ്റെ fall/superstar മസ്കാര. ഇവരുടെ തന്നെ ഒരു ഡബിൾ എക്സ്റ്റെൻഡ് ഉണ്ട്, അതും സൂപ്പറാണ്. അത് പക്ഷേ ഇന്ത്യയിൽ കിട്ടത്തില്ലെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇതിൻ്റെ പ്രൈമർ ആക്ട് ചെയ്യുന്നത് കണ്ടോ, എന്ത് സൂപ്പറായിട്ടാണ് ലാഷ് വരുന്നത്. എൻ്റെ ശരിക്കുള്ള ലാഷ് കണ്ടോ, അപ്പുറത്തെ കണ്ണിൽ കാണാം, ഒന്നുമില്ല. ഇപ്പുറത്തെ സൈഡിൽ നോക്ക്, അടിപൊളിയായില്ലേ. ഭയങ്കര ലെങ്ത് ഒക്കെ വയ്ക്കും. തിക്നെസ് ആക്കുന്നത് കുറവാണ്, പക്ഷെ ഭയങ്കര ലെങ്തി ആക്കും കേട്ടോ. ഓസം, ആഹാ, എന്തൊരു ഭംഗി, എന്തൊരു ഭംഗി. കണ്ടോ, അത് കാണിച്ച് ഞാൻ താഴെ ഇടാൻ മറന്നുപോയി ശരിക്കും പറഞ്ഞാൽ. കണ്ടില്ലേ, അടിപൊളി. ഫോൾ സീസിൻ്റെ ഒന്നും ഒരു കാര്യവുമില്ല. ഇനി ഇതുപോലെ ഞാൻ മറ്റേ കണ്ണും ചെയ്തിട്ട് വരാം ഓഫ് ക്യാമറ. കഴിഞ്ഞു, രണ്ടും സെറ്റായി. ഇനി നമുക്ക് കോണ്ടൂർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ നോസ് കോണ്ടൂർ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ലെങ്ത്ത് കൂട്ടുന്ന പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫുൾ ലെങ്ത്ത് ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ യൂഷ്വൽ ഏരിയാസ് കോണ്ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇത് ബോബി ബ്രൗണിൻ്റെ ബ്രോൺസർ ആണ് കേട്ടോ. ഇത് ലൈറ്റായിട്ട്, ഇത് ഭയങ്കര ഡാർക്ക് ഷെയ്ഡല്ല, ലൈറ്റ് ഷെയ്ഡാണ്, എന്നാലൊരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഫോർഹെഡൊക്കെ ചെയ്യുവാണേ, കാരണം ഫോർഹെഡ് നല്ല ഗംഭീര ഫോർഹെഡാണ്, 2-3 ഏക്കറുണ്ട്. ഇത് കണ്ടോ ഞാൻ ചെയ്തത്, അതൊരു ഭയങ്കര കിടിലം സ്റ്റെപ്പാണ്. എനിക്കിപ്പോഴാണ് പിടികിട്ടിയത്. അത് ശരിക്കും അവിടെ അത് കുറച്ച് പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ ക്യൂപ്പിഡ്സ് ബോ അറിയാൻ പറ്റും. ഇത് ബ്ലഷ് ലൈറ്റായിട്ട് ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. പക്ഷെ ആ ലൈറ്റായിട്ട് ഇടുമ്പോഴാണ് ശരിക്കും നാച്ചുറൽ ലുക്ക് വരുന്നത് കേട്ടോ. നമുക്ക് ക്യാമറയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി രസമാണ്. ഹൈലൈറ്റ്, ഞാൻ പൊട്ട ബ്രഷൊക്കെ എടുത്ത് ചെയ്യുക. കുഞ്ഞു ബ്രഷ് മതി ഹൈലൈറ്ററിന്. പക്ഷേ ഹൈലൈറ്റർ ഇടുന്നതിന് മുമ്പ് എന്താണ്, സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യണം, ഞാൻ മറന്നുപോയി. ഓക്കെ, പാക്കിൻ്റെ സൂപ്പർ മേക്കപ്പ് ഫിക്സിങ് സ്പ്രേ. ഇനി അതൊന്ന് ഉണങ്ങുന്നത് നല്ലതാട്ടോ, ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. ഇനി നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇന്ന് ഞാൻ ചെറിയ ഹൈലൈറ്റർ ഉള്ളൂ, കാരണം കണ്ണ് ഭയങ്കര ഹെവിയാണ്, ഓണം ലുക്കാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഹൈലൈറ്റർ അത്ര ഭയങ്കര ഹെവി ആക്കാതെ, ബീമിങ് ഹൈലൈറ്റർ ഒന്നും ആക്കാഞ്ഞത്. കണ്ണ് നമ്മൾ ഓണമല്ലേ, അപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു നാടൻ ഇത് വരുത്തോട്ടെ, അപ്പോൾ ഭയങ്കരമായിട്ട് ഗ്ലോ ആവണ്ടെന്ന് വിചാരിച്ചു.
ഇത് ഏതിൻ്റെ ഷാംബോറിൻ്റെ ആണോ കളബാറിൻ്റെ ഒരു ബ്രഷ് സെറ്റിലുള്ളതാണ് കേട്ടോ. നല്ല കുഞ്ഞു 3 കുഞ്ഞു ബ്രഷ് ഐസിനുള്ളതാണ്. പക്ഷെ ഇത് ശരിക്കും ഇങ്ങനത്തെ ഹൈലൈറ്റിങ് പരിപാടിക്ക് ബെസ്റ്റാണ്. അവിടെ ഹൈലൈറ്റ് ചെയ്യണം കേട്ടോ, ഇന്നർ കോർണേഴ്സിൽ. അത് ശരിക്കും നല്ല രസമാണ് കേട്ടോ നേരിട്ട് കാണാൻ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഹെവി ആയിട്ട് ചെറുതായിട്ട്. ഗിവ് മീ മോക്ക വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ യൂണിവേഴ്സലി ഫ്ലാറ്ററിങ് ഷെയ്ഡ് എന്ന് പറയത്തില്ല, അതാണ് ഈ സാധനം. എല്ലാ സ്കിന്നിനും ചേരും. തീർന്നു ഞാൻ. നല്ല കളറാണ്, നല്ല ഓസം ഷെയ്ഡ്. എന്താ ഈ കളർ എന്ന് പറയാം, നല്ല ന്യൂഡ് ഷെയ്ഡ്. ബ്രൗൺ ആണോ പിങ്ക് ആണോ എന്തോ ആണാവോ. ഇനി ഹെയർ ചെയ്യാം. ഹെയറാണ് ഞാനൊരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ഫേവറേറ്റ് പാഡിൽ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഹെയർ കോംബ് ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് ഫ്രിസ്സൊക്കെ മാറ്റാനോ എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ ചെയ്യാനാണെങ്കിൽ ഞാൻ എന്താണെന്ന് പറയുമ്പോൾ കുറച്ച് ആലോവേര എടുത്ത് ജെല്ല് തേക്കും. അപ്പോൾ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഹെയർ. കുറച്ച് ഇങ്ങനെ പറന്ന് കിടക്കും അങ്ങനെ വല്ലതും ആണെങ്കിൽ. ഇനി അവിടെ നിന്ന് ഒരു കുഞ്ഞ് സെക്ഷൻ എടുത്ത്, സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് കുഞ്ഞ് സെക്ഷൻ എടുത്ത് അത് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഫ്രണ്ടിലത്തെ ബാക്കിൽ പോയി, ബാക്കിലത്തെ ഫ്രണ്ടിൽ വന്നു കണ്ടോ. എന്നിട്ട് ഈ ഫ്രണ്ടിൽ വന്ന പീസിൻ്റെ കൂടെ ഫ്രണ്ടിൽ നിന്ന് മുടികൾ ജോയിൻ ചെയ്ത് ഒരു പീസ് എടുത്ത് ജോയിൻ ചെയ്ത് ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പം ഫ്രണ്ടിൽ വരുന്ന പീസ് ബാക്കിലോട്ട് പോവും, ബാക്കിലത്തെ ഫ്രണ്ടിൽ വരും. എന്നിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് അത് കുറച്ച് മുടിയും കൂടെ ജോയിൻ ചെയ്ത് ബാക്കിലോട്ട് ട്വിസ്റ്റ് ചെയ്യും. ഒന്നുമില്ല, ഇങ്ങനെ വെറുതെ 2 ലെയർ ട്വിസ്റ്റാണ്. പക്ഷേ നമ്മൾ ബാക്കിലത്തെ ലെയർ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് ട്വിസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഹെയർ ജോയിൻ ചെയ്യും. എന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്ത് നമ്മളുണ്ടല്ലോ ചുറ്റി നമ്മുടെ ഹെഡ് ചുറ്റി അങ്ങ് അപ്പുറത്തെ സൈഡ് വരെ പോവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കണ്ടോ നല്ല രസമല്ലേ കാണാൻ, ആ ട്വിസ്റ്റ് ചെയ്ത് പോകുന്നത്. ഇത് ക്യാമറയുടെ മുമ്പിൽ കിടന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന് കുറേ ഗുസ്തി കാണിച്ചു കേട്ടോ. ഞാൻ വേർത്തൊലിച്ചു. ട്വിസ്റ്റ് ഇങ്ങനെ ജോയിൻ ചെയ്തോണ്ടേ ഇരിക്കണം. നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് നാച്ചുറലായിട്ട് വരും കേട്ടോ. ട്വിസ്റ്റ് ചെയ്യുക, മുടി ജോയിൻ ചെയ്യുക, പിന്നെയും ട്വിസ്റ്റ് ചെയ്യുക. സാധാരണ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ഇവിടെ ചുറ്റി വെക്കാൻ പറ്റും. പക്ഷേ ഞാൻ കൊറോണ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ എൻ്റെ മുടിയെല്ലാം വെട്ടിക്കളഞ്ഞ് എനിക്കിപ്പോൾ മുടിയൊന്നുമില്ല. അത് കാരണം അങ്ങനെയൊന്നും വെക്കാനൊന്നുമില്ല, കാരണം അവിടെ കുഞ്ഞായിട്ടിരിക്കും. അതുകൊണ്ട് ഞാനാണെങ്കിൽ അവിടെ ഒരു സെപ്പറേറ്റ് ബൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ സൈഡ് പോണി കെട്ടി. അവിടം വരെ അതുപോലെ തന്നെ വെച്ചു. അതിനുശേഷം ട്വിസ്റ്റ് ഒന്നും ചെയ്തില്ല, അവിടെ ഒരു സൈഡ് പോണി കെട്ടി. നമ്മൾ മുടിയൊക്കെ കുറച്ചൊന്ന് പൊക്കിയൊക്കെ വെക്കാമേ, ഇങ്ങനെ താന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് കണ്ടോ. അതൊക്കെ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കുഴപ്പമില്ല. സൈഡ് പോണി കെട്ടിയിട്ട് ഞാൻ എന്തായിരുന്നു അതിൻ്റെ പേര് ഞാൻ മറന്നല്ലോ. ആ സാധനം അതെടുത്തിട്ട് കണ്ടോ, അത് നമ്മുടെ മുടിയിൽ വെച്ച് മടക്കി ഞാൻ അന്ന് ബാക്കിൽ ചെയ്ത പോലെ തന്നെ ചെയ്തു. എന്നിട്ട് സൈഡിൽ കൊണ്ട് ഫിക്സ് ചെയ്തിട്ട് ബോബി പിൻസ് വെച്ചിട്ട് കുത്തി വെക്കും. നിറയെ ബോബി പിൻസും യു പിൻസും വെച്ചിട്ട്. ഇപ്പം കണ്ടപ്പോൾ ഞാൻ ബോബി പിൻ കടിച്ചു. പക്ഷേ ആക്ച്വലി ഞാൻ കേട്ടത് ശരിയാണ്, ഞാനത് ട്രൈ ചെയ്തു കേട്ടോ. ബോബി പിൻ തുറന്നിട്ട് ചെയ്യരുത് കേട്ടോ, ചുമ്മാ ഇറക്കുക ചെയ്യാവുള്ളൂ. അപ്പോൾ ശരിക്കും കുറച്ചും കൂടെ സ്ട്രെങ്ത് വരും ബോബി പിന്ന്. അത് നന്നായിട്ട് ഫിക്സ് ചെയ്തിരിക്കും. കുറേ ബോബി പിൻസ് എനിക്ക് അതിൽ കെട്ടേണ്ടി വന്നു കേട്ടോ. ഞാൻ ഇതിനകത്തൊരു 10,000 സ്ലൈഡ് അഴിച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ, ഇടയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിനകത്തൊരു പൂവും വെക്കും, പിന്നെ എൻ്റെ ആക്സസറീസും ഒക്കെ ഇട്ടിട്ട് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചെത്തി കേട്ടോ. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. സിൽവർ കരയാവുമ്പോൾ നമ്മൾ ഗോൾഡൻ കളർ സാധനങ്ങളൊന്നും ഇടരുതേ, അതൊരു മാതിരി വൃത്തികേടായിരിക്കും. അപ്പം ഞാൻ ഈ ബ്ലാക്ക് ആൻഡ് സിൽവർ ആയിട്ടുള്ളത് ഉടുത്തിരിക്കുന്ന കാരണമാണ് ബ്ലാക്ക് കളർ ബ്ലൗസ് ഇട്ടത്. അതല്ലാത്ത ഇപ്പോൾ പ്ലെയിൻ സിൽവർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് ഇടാം കേട്ടോ. അതിന് സിൽവർ കളറിന് മാച്ചിങ് ആയിട്ടുള്ള ചിലയിടത്തുണ്ട് സിൽവറും ഗോൾഡും കരയുള്ളതുണ്ട്. ഇപ്പം എന്തൊക്കെ വെറൈറ്റി സെറ്റ് മുണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫേവറേറ്റ് വേഷമാണ് സെറ്റ് മുണ്ടെന്ന് പറഞ്ഞാൽ. സാരി ഒന്നും അല്ല, എൻ്റെ ഫേവറേറ്റ് സെറ്റ് മുണ്ടുമാണ്. അപ്പോൾ സിൽവർ ആയതുകൊണ്ട് ഞാൻ സിൽവർ ആക്സസറീസ് ഒക്കെ ഇട്ട് ചിങ് കുറച്ച് കിലുക്കമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴും നമ്മൾ ബാക്ക് പുട്ടപ്പല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സൈഡ് ചെയ്തത്.
അല്ല ഇപ്പം മറ്റേ കുറെ ട്രെൻഡി ആയിട്ട് ഇപ്പൊ കുറെ പേരിങ്ങനെ സൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ചൊരു വൈറ്റ് പൂത്. ആക്ച്വലി അമ്മയുടെ ഗാർഡനിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചതാട്ടോ, ബ്രൈഡൽ ബൊക്കെയാണ്, അതെടുത്ത് വെച്ചതാട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഇഷ്ടമായി അത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്തവണത്തെ ഓണം കൊറോണയിലാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ, വീട്ടിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സൂപ്പറായിട്ട് നമുക്കൊക്കെ ഓണം ആഘോഷിക്കാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇതുപോലത്തെ കുറച്ച് ലുക്സും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് മുന്നേ കുറച്ച് വെറൈറ്റി ലുക്സും ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്, സ്റ്റേ ഹെൽത്തി, ടേക്ക് കെയർ ആൻഡ് ബൈ. ഇറ്റ്സ് ബൈ. Queen Snook.